വളരെ സിമ്പിളായിട്ടുള്ള ഒരു അനുഭവം. പക്ഷേ അത് അനുഭവിക്കുന്നവർക്കേ അറിയുള്ളൂ. നമ്മളെ ആ ഒരു കഷ്ടപ്പാടിൻ്റെ സമയത്ത് ആരാണ് നമ്മളെ സഹായിക്കുന്നതെന്ന്. ഞാൻ വേഗം വായിക്കാം. എനിക്കും എൻ്റെ ഒരു അനുഭവം എഴുതണമെന്ന് തോന്നുന്നുണ്ട് ട്ടോ. ഞങ്ങൾ ഒരിക്കൽ നാട്ടിൽ വന്നപ്പോൾ ഗുരുവായൂർ പോവാൻ കാടാമ്പുഴ പോയി. അതുവഴി പോവാൻ ബസ് കാത്തു നിൽക്കുന്ന സമയം എനിക്ക് കാലിൽ കുറച്ച് വേദനയുള്ള ആളാണേ. ഞാൻ ഓരോ ബസ് വരും എനിക്ക് ഓടിക്കയറാൻ പറ്റുന്നില്ല. എൻ്റെ ഭർത്താവ് എന്നെ വഴക്ക് പറയാൻ തുടങ്ങി ഓടിക്കയറാത്തതിന്. കാല് വേദന കൊണ്ട് എനിക്ക് പറ്റുന്നില്ലായിരുന്നു ട്ടോ. ഞങ്ങൾ റോഡിൽ നിന്ന് കുറച്ച് ദൂരത്തായിരുന്നു നിന്നത്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു കാർ അവിടെ നിർത്തി ട്ടോ. ഞങ്ങളോട് ചോദിക്കുകയാണ് ഗുരുവായൂർ കാണുമോ എന്ന്. അവിടെ കുറേ ആളുകൾ ബസ് കാത്ത് നിൽക്കുന്നുണ്ട്. അയാൾ ഞങ്ങളോട് മാത്രമാണ് ചോദിച്ചത്. പെട്ടെന്ന് ഞങ്ങൾ അതേ എന്ന് പറഞ്ഞു. അയാൾ കയറിക്കോളാൻ പറഞ്ഞു ട്ടോ. അങ്ങനെ ഞങ്ങളെ ഗുരുവായൂർ കൊണ്ടുവിട്ടു. അയാൾക്ക് ഞങ്ങൾ കാറിൻ്റെ ചാർജ് കൊടുക്കാൻ നോക്കി. അയാൾ ബസ് ചാർജ് എത്രയാണ് അത് മതിയെന്ന് പറഞ്ഞു ട്ടോ. ഇപ്പോഴും അത് ഓർക്കുന്നത് വളരെ സന്തോഷം തരുന്ന കാര്യമാണ്. അയാളെ ഭഗവാൻ തന്നെ വിട്ടതാണ് എന്ന് ഞാൻ കരുതാണ്. ഇനിയൊരു അനുഭവം ഉണ്ടായിട്ടുണ്ടേ അത് പിന്നീട് എഴുതാം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മളെ കൂടെയുള്ളവരെ വളരെ ശ്രദ്ധിക്കുക. അവർക്കുണ്ടാകുന്ന വിഷമതകളും ചില ആളുകളുടെ ചിലരുടെ ആരോഗ്യം വളരെ നല്ല ഫിറ്റായിരിക്കും. പക്ഷെ കൂടുതൽ ആൾ അത്ര ആരോഗ്യം ഉണ്ടാവില്ല. അത് ഭർത്താവിനാവാം അല്ലെങ്കിൽ ഭാര്യയ്ക്കാവാം. അപ്പോൾ അത് തുല്യ പരിഗണന നൽകിയിട്ട് കൈപിടിക്കേണ്ടടുത്ത് കൈപിടിക്കുക, തിരക്കിടാതെ നടക്കേണ്ടടുത്ത് തിരക്കിടാതെ തന്നെ അവരുടെ കൂടെ നടക്കുക, അവരുടെ ബുദ്ധിമുട്ട് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ആ ഒരു മനസ്സുണ്ടായാലേ നമ്മൾ ജീവിതം എന്താണ് സന്തോഷമായിട്ട് മുന്നോട്ട് പോവുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഈ ഒരു അവസ്ഥയിൽ ഭഗവാൻ അവരെ കണ്ടു. ഒരു കാറായിട്ട് വന്നു. കാറിൽ കയറ്റിയിട്ട് ഗുരുവായൂർ അങ്ങോട്ട് എത്തിച്ചു കൊടുത്തു. ബസ് ചാർജല്ലേ കൊടുക്കേണ്ടി വന്നുള്ളൂ. അപ്പോൾ അതന്നെ എന്തൊരു ഭാഗ്യമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക കേട്ടോ. മറ്റുള്ളവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് നമ്മൾ കണ്ടറിഞ്ഞിട്ട് നമ്മളത് മനസ്സിലാക്കുക. അതിൽ കുത്തി നോവിക്കാനും പാടില്ല. നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ, എല്ലാവരും ശ്രദ്ധിക്കുക. ഇത് ആർക്ക് എന്നുള്ളതല്ല, അത് ലോകത്തിലുള്ളൊരു സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. വേറെ ഒന്നും പറയാനില്ല. വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് വരാം, ജോയിൻ ബട്ടണിലൂടെ വരണം, കമൻറ്റ് ബോക്സിൽ ഫേസ്ബുക്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ടാവും. ഹരേ കൃഷ്ണ.